ഉടുമ്പൻചോല താലൂക്കിൽ ഗവൺമെന്റ് ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യമില്ലാത്തതിനാൽ ദുരിതത്തിലായ വൃക്കരോഗികൾ. മുമ്പ് നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രിയിൽ സൗകര്യമുണ്ടായിരുന്നെങ്കിലും ജില്ലാ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ നിലവിൽ സേവനം ലഭ്യമല്ല. പിന്നീടുള്ളത് സ്വകാര്യ ആശുപത്രികളാണ്. ഇവിടുത്തെ ഭാരിച്ച ചെലവ് താങ്ങുവാൻ നിർധനരായ വൃക്കരോഗികൾക്ക് സാധിക്കുന്നുമില്ല. നൂറുകണക്കിന് വൃക്കരോഗികളാണ് ഉടുമ്പൻചോല താലൂക്കിലുള്ളത്. ആഴ്ചയിൽ 2 തവണ വരെ ഡയാലിസിസ് ചെയ്യേണ്ടവരുമുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ ആശ്രയിക്കുന്നത് അടിമാലിയിലോ തൊടുപുഴയിലോ ഉള്ള ആശുപത്രികളെയാണ്. ദീർഘമായ യാത്ര പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിനാൽ മിക്കവരും ഇത്തരം ടൗണുകളിൽ വീട് വാടകയ്ക്കെടുത്ത് ചികിത്സ തേടുന്ന സാഹചര്യവുമുണ്ട്. താലൂക്കിലെ ചില സ്വകാര്യ ആശുപത്രികളിൽ ഡയാലിസിസ് സൗകര്യം ഉണ്ടെങ്കിലും നിർധനരായ രോഗികൾക്ക് ഇതും അപ്രാപ്യമാണ്. ഗവൺമെന്റ് ആശുപത്രികളിൽ അടിയന്തരമായി ഡയാലിസിസ് സൗകര്യം ഒരുക്കണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം. ഉടുമ്പൻചോല താലൂക്കില് കിഡ്നി പേഷ്യൻസിന് ഡയാലിസിസ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തത് വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. മുൻപ് നെടുങ്കണ്ടത്തുണ്ടായിരുന്നു. ഇപ്പോൾ നെടുങ്കണ്ടത്ത് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടെങ്കിലും സാധാരണക്കാരായ രോഗികൾക്ക് അവിടുത്തെ ചാർജ് ഒരിക്കലും താങ്ങാവുന്നതിലധികമാണ്. അപ്പോൾ സൗജന്യ തലത്തിൽ മറ്റ് താലൂക്കുകളുള്ളതുപോലെ ഡയാലിസിസ് സെൻ്ററുകൾ ഇല്ലാത്തത് ഈ താലൂക്കിലെ കിഡ്നി പേഷ്യൻസിനെ വളരെ പ്രതികൂലമായി ബാധിക്കുന്നു. ഇനിയിപ്പോൾ അടുത്ത് നമ്മുടെ നെടുങ്കണ്ടം മേഖലയിലാണെങ്കിൽ നെടുങ്കണ്ടം, അതുപോലെ തന്നെ സേനാപതി, ഉടുമ്പൻചോല, ശാന്തമ്പാറ, രാജകുമാരി ഉൾപ്പെടെയുള്ള പഞ്ചായത്തുകളിലുള്ള രോഗികൾ കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ഡയാലിസിസ് നടത്തേണ്ട ഒരു അവസ്ഥയാണ്. ഇവർക്ക് രോഗികൾക്ക് പ്രത്യേകിച്ച് തന്നെ അവർക്ക് അധികം കിലോമീറ്റർ യാത്ര ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ സൗകര്യം ഇല്ലാത്തത് വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. ഇതേസമയം നെടുങ്കണ്ടം താലൂക്ക് ആശുപത്രി ജില്ലാ ആശുപത്രിയായി ഉയർത്തുന്നതോടെ ഈ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്നാണ് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നത്. ന്യൂസ് ബ്യൂറോ, ഉടുമ്പൻചോല. ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം. ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ. ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്.